Hi students, impact of adjusting entries on financial statements. അതെന്താണെന്ന് നോക്കാം. Financial statements means trading and profit and loss account and balance sheet. Adjusting entries, അതിൻ്റെ ഇമ്പാക്റ്റ് അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അഡ്ജസ്റ്റിംഗ് എൻട്രി അറിയുന്നതിന് മുന്നേ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് അറിയണം. സാധാരണ എല്ലാ എൻ്റർപ്രൈസിലും ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസസ് കറണ്ട് ഇയറിൽ തന്നെ കിട്ടണമെന്നില്ല. ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരിക്കാം, അൺഏൺഡ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സിൽ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന, അതായത് ട്രയൽ ബാലൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത, അതായത് കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും കാണിക്കുന്ന ഐറ്റമാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അത് സാധാരണ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം താഴെയായിട്ടാണ് അത് കാണിക്കുക. ട്രയൽ ബാലൻസിൻ്റെ പുറത്തായിട്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് ജേണൽ എൻട്രി പാസ് ചെയ്യണം. അതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രി. അപ്പോൾ ഞാനിവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ട്രയൽ ബാലൻസിൽ ഉണ്ടായിരിക്കില്ല. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഫിക്സഡ് അസറ്റ്സ് ലാബിലിറ്റീസ് അതൊക്കെയാണ് ട്രയൽ ബാലൻസിൽ ഉണ്ടായിരിക്കുക, കറണ്ട് ഇയർ ട്രാൻസാക്ഷൻ. അതേസമയം ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ അൺഏൺഡ് അതൊക്കെ അഡ്വാൻസ് അതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിന് ഉണ്ടായിരിക്കില്ല, നോർമൽ കേസിൽ ഉണ്ടാവില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അഡ്ജസ്റ്റിംഗ് എൻട്രി വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ്. അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ട്രേഡിംഗ് അക്കൗണ്ടിലായതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കണം. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ് ആയിട്ടും കാണിക്കണം. ഓക്കെ, അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എപ്പോഴും രണ്ട് പ്ലേസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ട്രയൽ ബാലൻസിലുള്ളതൊക്കെ ഒറ്റ പ്ലേസിൽ മാത്രമേ റെക്കോർഡ് ചെയ്തുള്ളൂ, പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ് രണ്ട് പ്ലേസിൽ വേണം. ഇനി നെക്സ്റ്റ് ഐറ്റം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട്, അതായത് കൊടുക്കാനുള്ളത്, ആ വർഷം കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട് അത്രേ, അത് ആ വർഷം കൊടുക്കേണ്ടതായ എമൗണ്ട് ആണ്. അപ്പോൾ ജേണൽ എൻട്രി വരുന്നത് റെസ്പെക്റ്റീവ് എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഇവിടെ റെസ്പെക്റ്റീവ് എക്സ്പെൻസ് എന്ന് പറയാൻ കാരണം എക്സ്പെൻസ് പല രീതിയിലുണ്ടായിരിക്കും. വേജസ്, സാലറി, റെൻറ്റ്, അങ്ങനെ പല രീതിയിലുണ്ടായിരിക്കും. അപ്പോൾ ഏത് എക്സ്പെൻസ് ആണോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത് അതിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്, റെസ്പെക്റ്റീവ് അക്കൗണ്ട് എക്സ്പെൻസ് എന്നുള്ളടത്ത്. വേജസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഉള്ളതെങ്കിൽ വേജസ് അക്കൗണ്ട് അപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് തൊട്ട് കാണിക്കേണ്ടത്, വേജസ് എന്ന് പറഞ്ഞാൽ കാണിക്കേണ്ടത്. ഇനി സാലറി ആണെങ്കിൽ സാലറി അക്കൗണ്ട് അപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, വേജസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. വേജസ് ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ ആഡ് ചെയ്യണം. ഏത് അക്കൗണ്ടിൽ? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് സൈഡിൽ ആ കൺസേൺഡ് എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. ഏത് എക്സ്പെൻസ് ആണോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത് ആ എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എടുക്കും. ട്രേഡിംഗ് അക്കൗണ്ടിലായാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായാലും. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റമായ ആ എക്സ്പെൻസിൻ്റെ കൂടെ ഈ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കൂടി ആഡ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. അതുപോലെ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഇനി ഇവിടെ ഇത് സാലറി ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അങ്ങനെയാണെങ്കിൽ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സാലറിയുടെ കൂടെ ആഡ് ചെയ്യുക. അതുപോലെ ലാബിലിറ്റി സൈഡിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അപ്പോൾ ഇവിടെ റെസ്പെക്റ്റീവ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ഏത് എക്സ്പെൻസ് ആണോ അതാണ് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ പ്രീപെയ്ഡ് ഓർ അൺഎക്സ്പെയ്ഡ് എക്സ്പെൻസസ്. അതായത് പ്രീപെയ്ഡ് മുൻകൂട്ടി കൊടുക്കുന്നത്, ഡേറ്റ് ആവുന്നതിന് അടുത്ത വർഷത്തെ എമൗണ്ട് ഈ വർഷം കൊടുക്കുകയാണെങ്കിൽ അത് പ്രീപെയ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി വരുന്നത് പ്രീപെയ്ഡ് ഓർ അൺഎക്സ്പെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു റെസ്പെക്റ്റീവ് എക്സ്പെൻസ്. ഏത് എക്സ്പെൻസ് ആണോ ഞങ്ങൾ പ്രീപെയ്ഡ് ആയിട്ട് കൊടുത്തത്, സാലറി ആണോ, റെൻ്റ് ആണോ, കമ്മീഷൻ ആണോ, എന്താണോ, അത് പ്രീപെയ്ഡ് ഡെബിറ്റ് ചെയ്യുക, ആ എക്സ്പെൻസ് ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെൻ്റ് ആണെങ്കിൽ ടു റെൻ്റ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുക. ഇനി അതെങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഡെബിറ്റ് സൈഡിൽ റെൻ്റ് ആകുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുക ചെയ്യേണ്ടത്, ഡിഡക്റ്റ് ചെയ്യുക, മൈനസ് ചെയ്യുക. ഡിഡക്റ്റ് ഫ്രം ദ കൺസേൺഡ് എക്സ്പെൻസ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഏത് എക്സ്പെൻസ് ആണോ പ്രീപെയ്ഡ് ആയിട്ട് പോയത്, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ റെൻറ്റ് പറയുകയാണെങ്കിൽ റെൻറ്റിൽ നിന്ന് ഈ പ്രീപെയ്ഡ് മൈനസ് ചെയ്തിട്ട് കാണിക്കുക വേണ്ടത്. അതേപോലെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് റെൻറ്റ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് ആയിട്ട് എന്താണോ കൊടുത്തത് അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം കിട്ടാനുണ്ട്, അതാണ് കിട്ടിയിട്ടില്ല നമുക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അക്രൂഡ് ഇൻകം അക്കൗണ്ട് ആപ്റ്റ് ടു റെസ്പെക്റ്റീവ് ഇൻകം. ഇൻകം പല രീതിയിലുണ്ടായിരിക്കാം. അപ്പോൾ അക്രൂഡ് ഏത് പേരിലാണോ ഇൻകം ഉള്ളത് ആ ഇൻകത്തിൻ്റെ പേരാണ് റെസ്പെക്റ്റീവ് ഇൻകം എന്നുള്ളിടത്ത് കാണിക്കേണ്ടത്. ഇപ്പോൾ അക്രൂഡ് ഇൻകം അക്കൗണ്ട് ആപ്റ്റ് ടു കമ്മീഷൻ ആണെങ്കിൽ ടു കമ്മീഷൻ ഇട്ട് കൊടുക്കുക. ഓക്കെ. അത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻകം സാധാരണയായിട്ട് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഏത് ഇൻകം കമ്മീഷൻ ആണെങ്കിൽ കമ്മീഷൻ്റെ കൂടെ ആഡ് ചെയ്യാം. ആഡ് ടു ദ റെസ്പെക്റ്റീവ് ഇൻകം ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അതാത് ഇൻകത്തിനോട് കൂടി ഈ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യാം, അല്ല അക്രൂഡ് ആഡ് ചെയ്യാം. അതുപോലെ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയും വേണം അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അക്രൂഡ് റെൻറ്റ് അല്ലെങ്കിൽ അക്രൂഡ് സാലറി എന്താണോ അത് കാണിക്കുക. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് അൺഏൺഡ് ഇൻകം ഓർ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. കിട്ടാനുള്ള ഇൻകം നമുക്ക് മുൻകൂട്ടി കിട്ടി, അഡ്വാൻസ് ആയിട്ട് കിട്ടി. ഇവിടെ ഇൻകം കിട്ടിയണില്ല, ഈ വർഷം കറണ്ട് ഇയറിൽ കിട്ടേണ്ടത് കിട്ടാതിരിക്കുമ്പോഴാണ് അക്രൂഡ് പറയുന്നത്. കറണ്ട് സക്സീഡിങ് ഇയറിൽ വരുന്ന വർഷത്തിൽ കിട്ടേണ്ടത് ഇപ്പോൾ കിട്ടുവാണെങ്കിൽ അതിന് അൺഏൺഡ് ഇൻകം ഓർ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നാണ് പറയുന്നത്. അത് എപ്പോഴും കിട്ടാനുള്ളത് നേരത്തെ കിട്ടിയാൽ അത് ലാബിലിറ്റി ആയിരിക്കും, അതേസമയം കൊടുക്കാനുള്ളത് നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അസറ്റും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് റെസ്പെക്റ്റീവ് ഇൻകം അക്കൗണ്ട് ആപ്റ്റർ ടു അൺഏൺഡ് ഇൻകം. റെസ്പെക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ അതാത് ഇൻകം ഏത് ഇൻകത്തിനും ഉദ്ദേശിച്ചിട്ടാണോ ഇത് പറഞ്ഞിട്ടുള്ളത് ആ ഇൻകത്തിൻ്റെ പേരിട്ട് കൊടുക്കുക, ടു അൺഏൺഡ് ഇൻകം. അതെന്താ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടത് ഏത് ഇൻകത്തിൽ നിന്നാണോ അൺഏൺഡ് ഉള്ളത് ആ ഇൻകത്തിൽ നിന്ന് ഈ അൺഏൺഡ് ഇൻകം ഡിഡക്റ്റ് ചെയ്തിട്ട് മൈനസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അതുപോലെ ലാബിലിറ്റി സൈഡ് ബാലൻസ് ഷീറ്റിലും അൺഏൺഡ് ഇൻകം എന്നിട്ട് കാണിക്കുക. നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ഡിപ്രിസിയേഷൻ ആണ് ഞാനിവിടെ പറയുന്നത്, അതായത് ട്രയൽ ബാലൻസിൻ്റെ പുറത്ത് വരുന്നത്. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ആപ്റ്റർ ടു ഫിക്സഡ് അസറ്റ് ജേണൽ എൻട്രി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ഡിപ്രീസിയേഷൻ എന്നിട്ട് കാണിക്കും. അതുപോലെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് ഡിഡക്റ്റ് ഫ്രം കൺസേൺഡ് ഫിക്സഡ് അസറ്റ്. ഏത് ഫിക്സഡ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ആണോ കാണിച്ചിട്ടുള്ളത് ആ ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ടിൽ നിന്ന് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലുള്ള ആ ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ടിൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടാണ് എമൗണ്ട് കാണിക്കേണ്ടത്. നെക്സ്റ്റ് ഫെർദർ ബാഡ് ഡെപ്റ്റ്. ഫെർദർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയാൻ കാരണം ചിലപ്പോൾ ട്രയൽ ബാലൻസിൽ ഒരു ബാഡ് ഡെപ്റ്റ് ഉണ്ടാകും, അതുകൂടാതെ വീണ്ടും ബാഡ് ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഫെർദർ ബാഡ് ഡെപ്റ്റ് ആയിട്ട് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളത്. അപ്പം ജേണൽ എൻട്രി ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. അതെവിടെ കാണിക്കണം? ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അതുപോലെ സൺട്രി ഡെപ്റ്റേഴ്സ് നിന്ന് ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെപ്റ്റേഴ്സ് നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കും. ഡിഡക്റ്റ് ഫ്രം സൺട്രി ഡെപ്റ്റേഴ്സ്. അസറ്റ് സൈഡിലാണ് സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. ബാഡ് ഡെപ്റ്റും ഫെർദർ ബാഡ് ഡെപ്റ്റും ഒക്കെ വരുമ്പോഴുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡോട്ട്ഫുൾ ഡെപ്റ്റ്സ്, ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, അതൊക്കെ വരുന്ന ഒരു വീഡിയോ. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡോട്ട്ഫുൾ ഡെപ്റ്റ്സ് വരുവാണെങ്കിൽ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ഡോട്ട്ഫുൾ ഡെപ്റ്റ്സ്. അതും കാണിക്കേണ്ടത് ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അതുകൂടാതെ ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെപ്റ്റേഴ്സ് നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കും വേണം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ. ഓക്കെ. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ മേലെ ഡിസ്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ഇട്ട് കൊടുക്കുക ജേണൽ എൻട്രി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അതുപോലെ ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെപ്റ്റേഴ്സിന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുകയും വേണം. ഓക്കെ. ഈ ബാഡ് ഡെപ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് എക്സസ് പ്രൊവിഷൻ ഫോർ ഡോട്ട്ഫുൾ ഡെറ്റ്സ് റിട്ടേൺ ബാക്ക്. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തത് ചിലപ്പം
കൂടുതലായിട്ടുണ്ടെങ്കിൽ, അതായത് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇതിലാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ബാക്ക് ചെയ്യുമ്പം ജേണൽ എൻട്രി വരുന്നത്, അഡ്ജസ്റ്റിംഗ് എൻട്രി വരുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് എങ്ങനെ കാണിക്കുമെന്നാൽ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രമേ അത് കാണിക്കണ്ടൂ. കാരണം അധികം വന്ന പ്രൊവിഷനാണ് നമ്മൾ റിട്ടേൺ ബാക്ക് ചെയ്യുന്നത്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ അത് കാണിക്കണ്ടൂ, 2 സ്ഥലത്ത് കാണിക്കണ്ട, എക്സസ് വന്നതായതുകൊണ്ട്. നെക്സ്റ്റ് വരുന്നത് മാനേജേഴ്സ് കമ്മീഷനാണ്. മാനേജേഴ്സ് കമ്മീഷൻ്റെ ജേണൽ അഡ്ജസ്റ്റിംഗ് എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു മാനേജേഴ്സ് കമ്മീഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഇത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു മാനേജേഴ്സ് കമ്മീഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ മാനേജേഴ്സ് കമ്മീഷൻ്റെ കൂടെ കാണിക്കുക. അതുപോലെ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത് സാധാരണയായിട്ട് അതാത് എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. നെക്സ്റ്റ്, ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് സാമ്പിൾ. പർച്ചേസ് ചെയ്ത ഗുഡ്സാണ് സാമ്പിളിന് കൊടുക്കുക, സാമ്പിളായിട്ട് കൊടുക്കുക. അതായത് സെയിൽസിന് വേണ്ടി പർച്ചേസ് ചെയ്ത ഗുഡ്സ്. അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും സാമ്പിള് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജേണൽ എൻട്രി ഒന്നുകിൽ അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട്, അല്ലെങ്കിൽ സാമ്പിളായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ്. ഈ 3 പേരിൽ ഏതെങ്കിലും ഒന്നാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്ററിന് എഴുതാം, സാമ്പിൾസ് അക്കൗണ്ട് ഡെപ്റ്ററിന് എഴുതാം, അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്ററിന് എഴുതാം. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ടു പർച്ചേസ് ആണ്, കാരണം പർച്ചേസ് ചെയ്തതിൽ നിന്നാണ് സാമ്പിളായിട്ട് എടുത്തത്. അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ അതെവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ഒന്നുകിൽ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുക, അല്ലെങ്കിൽ ഡിഡക്റ്റഡ് ഫ്രം പർച്ചേസിന് കുറച്ച് കാണിക്കുക. ഓക്കെ, ഒന്നുകിൽ ഈ സാമ്പിളായിട്ട് എടുത്ത ഗുഡ്സ് പർച്ചേസിന്, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള പർച്ചേസിന് മൈനസ് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി രണ്ടാമത് കാണിക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്, അല്ലാതെ ബാലൻസ് ഷീറ്റിൽ ഇത് കാണിക്കണ്ട. ഓക്കെ, സാമ്പിളായിട്ട് കൊടുത്തത് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്നിട്ട് ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. നെക്സ്റ്റ്, ഡ്രോയിങ് ഓഫ് ഗുഡ്സ് ബൈ പ്രൊപ്പറൈറ്റർ ഫോർ പേഴ്സണൽ യൂസ്. പ്രൊപ്പറൈറ്റർ പർച്ചേസ് ചെയ്ത ഗുഡ്സ്, അതായത് സെയിൽസിന് വേണ്ടി പർച്ചേസ് ചെയ്ത ഗുഡ്സ് പേഴ്സണൽ യൂസിന് എടുത്തു. അങ്ങനെ ആകുമ്പോൾ ജേണൽ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ്. പേഴ്സണൽ യൂസിന് ക്യാഷ് എടുത്താൽ ജേണൽ എൻട്രി, ഇത് ഗുഡ്സ് എടുത്തത് കൊണ്ടാണ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിഡക്റ്റ് ഫ്രം പർച്ചേസ് ഓൺ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പർച്ചേസിന് ഈ വിഡ്രോ ചെയ്ത ഗുഡ്സ് ഡെബിറ്റ് ചെയ്യാം. അതുപോലെ ക്യാപിറ്റലിന് ഈ വിഡ്രോ ചെയ്ത ഗുഡ്സിന് ഈക്വലായ എമൗണ്ട് മൈനസ് ചെയ്ത് കാണിക്കുകയും ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എബ്നോർമൽ ഓർ ആക്സിഡൻ്റൽ ലോസ് ആണ്. അങ്ങനെ വരുവാണെങ്കിൽ അത് 2 തരത്തിൽ വരാം. ലോസ് ഓഫ് അസറ്റും വരാം, ലോസ് ഓഫ് സ്റ്റോക്കും വരാം. ലോസ് ഓഫ് അസറ്റ് ആണ്, അസറ്റിനാണ് അബ്നോർമൽ ലോസ് സംഭവിച്ചെങ്കിൽ ലോസ് ഓഫ് അസറ്റ് ബൈ ആക്സിഡൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ പർട്ടിക്കുലർ അസറ്റ്, ഏത് അസറ്റാണോ, ഏത് ഫിക്സഡ് അസറ്റാണോ നഷ്ടപ്പെട്ടത്, ആ ലോസ് ഓഫ് അസറ്റ് ബൈ ആക്സിഡൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആ അസറ്റിൻ്റെ പേരിട്ട് കൊടുക്കുക. അത് കാണിക്കേണ്ടത് ലോസ് ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. അതുപോലെ കൺസേൺഡ് ഫിക്സഡ് അസറ്റിൽ നിന്ന് ബാലൻസ് ഷീറ്റിലുള്ള ആ അസറ്റിൽ നിന്ന് അത്രയും എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുകയും വേണം നഷ്ടപ്പെട്ടത്. ഇനി ലോസ് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ, സ്റ്റോക്ക് അസറ്റാണ്, പക്ഷേ ക്ലോസിംഗ് സ്റ്റോക്ക് ഞങ്ങൾ അസറ്റായിട്ടാണ് എടുക്കുക. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് പർച്ചേസ് ചെയ്താണുള്ള ഗുഡ്സ്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ലോസ് സംഭവിക്കുകയാണെങ്കിൽ ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ആക്സിഡൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. അത് എഫക്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലോസ് ചിലപ്പോൾ നമ്മുടെ സെയിൽസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ ഗുഡ്സ് ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻഷുർ ചെയ്തതാണെങ്കിൽ കമ്പനീൻ്റെ അടുത്ത് ഇൻഷുറൻസ് ക്ലെയിമും നമുക്ക് ക്ലെയിം ചെയ്യാം. ഇൻഷുറൻസ് കമ്പനീൻ്റെ അടുത്ത് നിന്ന് എമൗണ്ട് കിട്ടാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻഷുർ ചെയ്ത ഗുഡ്സാണ് ലോസ് ആയതെങ്കിൽ അത് എഫക്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ടോട്ടൽ വാല്യൂ ഓഫ് ലോസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കണം. ടോട്ടൽ വാല്യൂ ഓഫ് ലോസ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്.
എത്രയാണോ ലോസ് സംഭവിച്ചത് അത്രയും എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ലോസ് സംഭവിച്ച എമൗണ്ട് കംപ്ലീറ്റ് ഇൻഷുറൻസ് കമ്പനി തരണമെന്നില്ല. ചിലപ്പം അതിൻ്റെ ഒരു 3/4 മാത്രമേ കിട്ടുന്നുള്ളെങ്കിൽ 1/4 നമുക്കത് നഷ്ടമായിരിക്കും. അങ്ങനെ വരുന്നത് ആ ഇറിക്കവറബിൾ കിട്ടാത്ത എമൗണ്ട്, ഇറിക്കവറബിൾ ലോസ് ഓൺ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആ കിട്ടാത്ത എമൗണ്ട് നഷ്ടമായതുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇനി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ട് അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കണം. അപ്പോൾ ഇൻഷുർഡ് ഗുഡ്സ് ആണെങ്കിൽ ആ ഇൻഷുർഡ് ഗുഡ്സിൻ്റെ കംപ്ലീറ്റ് എമൗണ്ടും ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെ ക്ലെയിം ചെയ്തിട്ട് കംപ്ലീറ്റ് എമൗണ്ടും കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്ന എമൗണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുക, കിട്ടാത്ത എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, ടോട്ടൽ ലോസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലിടാം. വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. ഓക്കെ.